ചർച്ച ചെയ്യണം എന്നുള്ള ഒറ്റ ആവശ്യത്തിന്റെ പേരിലാണ് ശോഭ ചേച്ചി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരു പൊതുപ്രവർത്തക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതിലുപരിയായിട്ട് ഞാൻ നിൽക്കുന്നത് ഒരു ചേച്ചിയായിട്ടാണ്. അപ്പോൾ നമ്പറുകൾ ഇവിടെ 2-4 നമ്പറുകൾ തന്നിട്ട് പോകാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് PSCക്ക് ഈ നിമിഷം വരെ PSC അംഗങ്ങളായി ഇരിക്കേണ്ടവരുടെ യോഗ്യതയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ പോലും ഇല്ലാതെയാണ് കാലാകാലമായിട്ട് PSC പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നടന്ന ക്രമക്കേടുകളിൽ അവര് ഉദ്യോഗസ്ഥന്മാരുടെ അവർക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുമ്പോൾ ഈ PSCയുടെ ചെയർമാൻ ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ സെക്രട്ടറി അറിയാതെ ഈ കാര്യം നടക്കില്ല. അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടതുണ്ട്. അപ്പൊ അടിമുടി നല്ല ഒരു വ്യവസ്ഥിതിയോടുകൂടി PSCയെ രൂപകൽപ്പന ചെയ്യണം എന്നുള്ളത് കേരളത്തിലെ നമ്മുടെ കുട്ടികളുടെ ആവശ്യമാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ സമര സമയത്ത് തലമുണ്ടനം ചെയ്തുകൊണ്ട് ഇവിടെ ചെറുപ്പക്കാരികളും സമരം ചെയ്തു. മുട്ടിലെഴിഞ്ഞുകൊണ്ട് അവർ സമരം ചെയ്തു. ഈ സമരം ചെയ്യുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടത്തെ എന്നേക്കാൾ കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള, കാരണം എത്രയോ വർഷം MLA ആയിട്ടും MP ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്നിട്ടുള്ള പല ആളുകളും അവരുടെ സമരപ്പന്തലിലേക്ക് കടന്നു വന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിലത്തിരുന്ന് സംസാരിച്ചു. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പോ അതിമനോഹരമായിട്ട് ചിരിക്കാൻ അറിയാവുന്ന, അതിമനോഹരമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആൾ എന്ന് ആ വിശേഷണത്തിനപ്പുറം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് പ്രവൃത്തിയാണ് വേണ്ടത്. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അമ്മമാർ മാത്രമുള്ള വീടുകൾ വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ വാർദ്ധക്യപ്രായത്തിലുള്ള അമ്മയും ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ ആരും ഇവിടെ ഇല്ല, അവർ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിലുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് PSC നിയമനങ്ങളിലൂടെയെങ്കിലും നമ്മുടെ ചെറുപ്പക്കാരികളെ അവര് വെറുതെ അല്ലല്ലോ വരുന്നത്. അവര് കഷ്ടപ്പെട്ട് കഠിനമായി പണിയെടുത്ത് പ്രവർത്തിച്ച് അവർക്ക് അർഹത നേടിയതിനു ശേഷമാണ് ഈ തരത്തിൽ അവർ ഗവൺമെന്റിന്റെ മുന്നിൽ യാചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അത് അത്യന്തം ദുഃഖകരമാണ് എന്നുള്ളത് ഒന്ന്. രണ്ടാമതായിട്ട് അതിനെന്താ മറുപടി പറയാൻ പറ്റാത്തത്? അന്ന് കേരളത്തിൽ ഈ തെരുവിൽ ഇന്നത്തെ ഒരു മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ തെരുവിലിരുന്നല്ലോ, ഇവരോടൊപ്പം ഇവരെ കെട്ടിപ്പിടിച്ചല്ലോ, ഇവരോട് പറഞ്ഞല്ലോ ഇത് പിണറായി വിജയൻ ഗവൺമെന്റ് കാരണമാണ് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, ഞങ്ങളായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല കേരളത്തിലെ സ്ഥിതി പറഞ്ഞില്ലേ. അന്നത്തെ ഷാനിമോൾ ഉസ്മാൻ ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കർ അല്ലേ. അപ്പോ അന്ന് പറഞ്ഞ വാക്കുകളെല്ലാം ഇത്ര പെട്ടെന്ന് മറക്കാൻ എങ്ങനെയാണ് UDFന്റെ ഭരണകൂടത്തിന് സാധിച്ചത്? ആ ചോദ്യം ഈ കുട്ടികൾ ചോദിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്കരികിലേക്ക് അടിയന്തരമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരണം, അവരുമായിട്ട് ചർച്ച നടത്തണം. ആ പെൺകുട്ടി കരഞ്ഞപ്പോൾ അവളോട് ഞാൻ പറഞ്ഞത് കരയരുത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാ കരയുന്നത്? ചെറിയ കുട്ടികളെ വീടിനകത്തിരുത്തിയാണ്. 6 മാസം പ്രായമുള്ള കുട്ടികളുള്ള അമ്മമാരുണ്ട്, ഗർഭിണികളായിട്ടുള്ള പെൺകുട്ടികൾ അവരിവിടെ വന്നിട്ടുണ്ട് സമരത്തിന്. എന്താണ് അവരുടെ അവസ്ഥ? അവരുടെ മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള അവരുടെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയെ കുറിച്ച് യാതൊരു പരിശോധനയുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ സാധിച്ചത്? ഏത് ഡോക്ടറേറ്റ് ആണ് മിസ്റ്റർ VD സതീശൻ അങ്ങ് എടുത്തിട്ടുള്ളത്? അങ്ങ് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ കേരളത്തിലെ ധാർഷ്ട്യമുള്ള മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങ് എത്രയോ പ്രസംഗങ്ങളിൽ പറഞ്ഞു, എത്രയോ പ്രസംഗങ്ങളിൽ സംസാരിച്ചു. ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓന്തിനെ പോലെ നിറം മാറുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനർത്ഥം മുഖ്യമന്ത്രിയെ ഞാൻ ഇങ്ങനെ വിളിച്ചു എന്നല്ല. ആ രീതിയിൽ വാർത്ത വരരുത്. ഞാൻ പറഞ്ഞത് എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട്, തരാതരം പോലെ കാര്യങ്ങൾ മാറ്റി പറയുക, തരാതരം പോലെ ആക്ഷനിൽ മാറ്റം വരുത്തുക,
തരാതരം പോലെ തന്റെ പ്രവൃത്തികളിൽ മാറ്റം വരുത്തുക എങ്ങനെ സാധിച്ചു കേരളത്തിന്റെ പഴയ പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ? അപ്പൊ കേരളം ഇങ്ങനെ ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് അങ്ങ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. കാരണം ഒരമ്മ താങ്കൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ഒരമ്മ കയറി വന്നപ്പോൾ മാധ്യമ സുഹൃത്തുക്കളോട് ആ വരവിനെ കുറിച്ച് പ്രതികരിച്ചത് പല മന്ത്രിമാരും പല രാഷ്ട്രീയക്കാരും പ്രതികരിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പൊ എന്റെ തൊട്ടടുത്ത് ഇവിടെ വന്ന് ഈ പെൺകുട്ടികളുടെ അവർക്കൊരു ആശ്വാസം കൊടുത്ത് അവരോട് സംസാരിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ നടത്തുന്ന ഈ കഠിനമായിട്ടുള്ള സമരം, ആ സമരം കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഉടുപ്പ് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും അണിയാൻ ഭാവമെങ്കിൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറാൻ അവരോടൊപ്പം നിൽക്കാൻ മറ്റു രാഷ്ട്രീയ പ്രവർത്തകർ തയ്യാറാകും എന്ന് പറയാനാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത്. പരിപൂർണമായിട്ടുള്ള പിന്തുണയുണ്ട്. ഇന്നലെ ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ ഭാരവാഹി യോഗമുണ്ടായിരുന്നു. ആ യോഗം ഉൾപ്പെടെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ PSC എന്ന് പറയുന്ന നമ്മുടെ ഈ PSCയെ തന്നെ കൃത്യമായിട്ടുള്ള റൂൾസിന്റെയും റെഗുലേഷന്റെയും അടിസ്ഥാനത്തിൽ പുനഃപരിഷ്കരിക്കേണ്ടതാണ്. ഇന്ന് ഇവർക്ക് നഷ്ടപ്പെടുന്ന മാസവും വർഷവും അത് തിരിച്ചു കൊടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും സാധ്യമല്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു മണിക്കൂർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. സമയത്തിന് വലിയ വിലയുണ്ട്. അവർക്ക് ആവശ്യമായ രീതിയിൽ അവരോട് അനുഭാവപൂർണമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. മറ്റൊരു കാര്യം കൂടെ, ഈ BJP-യുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് അട്ടിമറിച്ചെന്നൊരു ആരോപണം വരുന്നത്, പക്ഷെ അതിൽ നേതാക്കളായാലും കൃത്യമായ പ്രതികരണം നടത്താൻ തയ്യാറാണ്. ഞാൻ ഈ PSCയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റൊരു വിഷയത്തിലേക്ക് എന്റെ ഉത്തരം പോയാൽ അതായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന വാർത്ത എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇവരുമായിട്ട് നമ്മൾ എല്ലാവരും സഹകരിക്കാം. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ട്രെയിൻ കയറി കൊല്ലത്ത് പോവും, നാളെ അത് കഴിഞ്ഞ് എറണാകുളത്തുണ്ടാകും, മറ്റന്നാൾ തൃശ്ശൂർ ഉണ്ടാവും. ഏത് മാധ്യമ പ്രവർത്തകർക്കും ഈ കാര്യങ്ങളെ കുറിച്ച് എന്നോട് ചോദിക്കാം. നിങ്ങളും എന്നോടൊപ്പം ചേരണം, സഹകരിക്കണം. ഈ സമരം ഇതിന്റെ ഉദാത്തമായിട്ടുള്ള രീതിയിൽ ഈ സമരം അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള പിന്തുണ അത് പൊതുപ്രവർത്തകരോടൊപ്പം എന്റെ മാധ്യമ സുഹൃത്തുക്കളും നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിഷയമായിരിക്കണം ഇന്നത്തെ വാർത്ത എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നത്. പ്രിയപ്പെട്ട കേരളത്തിലെ മഹാജനങ്ങൾ, കേരള ജനതയോടാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവതരിപ്പിക്കാനുള്ളത്. ഏകദേശം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ 25 ദിവസമായി നടന്നു വന്നിരുന്ന റിലേ സത്യാഗ്രഹ സമരം, അതായത് റിലേ നിരാഹാര സമരമായിരുന്നു നമ്മൾ ഇവിടെ നടത്തിയിരുന്നത്. ഈ സമരത്തിന് കാരണമായി വന്നിരുന്നത് 709/2023 എന്ന കാറ്റഗറി നമ്പറിൽ 2025 പുറത്തു വന്ന ഒരു LPST റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ലിസ്റ്റ് വന്ന് ഏകദേശം 2 അധ്യയന വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും 4 ജില്ലകളിൽ 1ാം റാങ്കുകാർക്ക് നിയമനമില്ല. ബാക്കി ജില്ലകളിൽ നമ്മുടെ വിരലിൽ എണ്ണിയാൽ തീരാവുന്ന മാത്രം നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒഴിവുകൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യാതെ കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും ഒളിപ്പിച്ചു വെക്കുകയും ഞങ്ങൾക്ക് നീതിപൂർവമായി കിട്ടേണ്ട ഒഴിവുകളിലേക്ക് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ടീച്ചർമാരെ നിയമിക്കുകയും ചെയ്തു. ഇനിയും ഞങ്ങൾക്ക് നിയമനമായി ഒരുപാട് ഒഴിവുകളുണ്ട്. അത് അവർക്ക് രേഖാമൂലവും തെളിവുകൾ സഹിതവും സമർപ്പിച്ചിട്ടും ഞങ്ങൾക്ക് അനുഭാവപൂർണമായ ഒരു നടപടിയും എടുത്തിട്ടില്ല. പിന്നെ ഈ ഡിവിഷൻ ഫാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നിലവിൽ 1:30 എന്നതാണ് അധ്യാപക വിദ്യാർത്ഥി അനുപാതം. അപ്പൊ അത് കുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തും ഇവിടെ സമരം നടത്തിയിരുന്നു ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. അന്ന് ഞങ്ങൾക്ക് സമരത്തിന് ഫണ്ട് തന്നും സഹായിച്ചവരായിരുന്നു ഇപ്പൊ അധികാരത്തിലിരിക്കുന്നത്. അതായത് അന്ന് നമ്മുടെ സമരപ്പന്തൽ തേടി വന്ന് വ്യാജ വാഗ്ദാനങ്ങൾ തന്നിരുന്നു. അതായത് ഇന്നിരിക്കുന്ന സർക്കാർ UDF സർക്കാർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളുടെ ജോലി, അതായത് ഇപ്പോൾ 100 ദിന കർമ്മ പരിപാടികൾ പോലെ, പ്രിയദർശിനി പോലെ ഇവർ ഞങ്ങളുടെ പരിപാടിയും നടത്തുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് സമരപ്പന്തൽ വിട്ടത്. പക്ഷേ അധികാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് സൗകര്യപൂർവ്വം ഞങ്ങൾ മറന്നു കളഞ്ഞു. ഇതുവരെ 25 ദിവസം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഒരു ദിവസം പോലും ഞങ്ങളെ ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ധാർഷ്ട്യമായിരുന്നു അവർക്ക്. ഞങ്ങൾ എന്നും അങ്ങോട്ട്, കാരണം ആവശ്യം ഞങ്ങളുടേതായതുകൊണ്ട് ഞങ്ങൾ കയറി ചെല്ലുകയും അവർ ഇതൊക്കെ ചർച്ച എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം ചർച്ചയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതൊക്കെ പോട്ടെ, ഞങ്ങളുടെ നല്ല നന്മയ്ക്കായിരുന്നു. പക്ഷേ ഈ ചർച്ചകളൊക്കെ ചോർച്ചയായിരുന്നു. ഗവൺമെന്റ് സ്കൂളിൽ ചർച്ച നടത്തി ചോർച്ചയായിരുന്നു. കാരണം ചോർച്ച എന്ന് പറയുക തന്നെയാണ്. ചോർച്ച എന്ന് പറയാൻ കാരണം ഈ തിരുവനന്തപുരം ജില്ലയിൽ 55ഓളം ഡിവിഷൻ നഷ്ടപ്പെട്ട എയ്ഡഡ് അധ്യാപകരുണ്ട്. കോഴ കൊടുത്ത് എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകളിൽ അധ്യാപകരായി ജോലിക്ക് കയറി സർക്കാർ ശമ്പളം വാങ്ങുന്നവർ
ഡിവിഷൻ ഫോൾ വന്നപ്പോൾ അവരെ സർക്കാർ ഞങ്ങൾക്ക് കിട്ടിയ ഒഴിവുകളായ സർക്കാർ സ്കൂളുകളുടെ ഒഴിവുകളിലേക്ക് നിഷ്കരണം അവരെ പിന്നീട് വിന്യസിച്ചു. തന്മൂലം ഞങ്ങൾക്ക് കിട്ടേണ്ട ഒഴിവുകളില്ല. നോക്കൂ, ഞങ്ങൾ ഇപ്പോഴും 1ാം റാങ്കുകാർ പുറത്താണ്. ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾക്കൊന്നും അറിയില്ല. കാരണം രാഷ്ട്രീയ മുതലാളി, അതായത് മന്ത്രിമാരുടെയും ഭരണാധികാരികളുടെയും മുന്നിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചു. അവർക്കൊന്നും പറയാനില്ല. ഇനിയിപ്പോ പറയുന്നത് അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നത്, ഞങ്ങൾ പണ്ട് സമരം നടത്തിയപ്പോൾ നമ്മോട് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞു, ഞങ്ങൾ അവർ അധികാരത്തിലേക്ക് ഉടൻ പരിഹരിക്കുമെന്നാണ്. ഇപ്പൊ പറയുന്നത് അവർക്ക് പഠിക്കാൻ 2 മാസം വേണമെന്നാണ്. പഠിച്ചോ, ശരി, അവർ വാക്കുകൊണ്ടെങ്കിലും ഉറപ്പ് നൽകുമായിരുന്നെങ്കിൽ ഞങ്ങൾ സമരം നിർത്തിയേനെ ഇന്നലെ. കാരണം ഇന്നലെ ഞങ്ങൾ സ്കീമുമായി ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ എയ്ഡഡുകാർ എന്നൊരു വാക്ക് പോലും ഞങ്ങൾക്ക് പറയാൻ സമ്മതിക്കുന്നില്ല. എയ്ഡഡുകാരെ സർക്കാർ സ്കൂളിലേക്ക് നിയമിച്ചു, അത് മാറ്റിയൊന്ന് എയ്ഡഡ് സ്കൂളിലേക്ക് നിയമിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ പറയരുത്. കാരണം എയ്ഡഡുകാരെ പറയാനേ പാടില്ല. എയ്ഡഡുകാരെ പറയുന്നത് സർക്കാരിന് പേടിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊതുജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. സർക്കാരിന്റെ ശമ്പളം പറ്റുന്നവർ, നിങ്ങൾക്ക് പോലീസ് ആവണോ, മറ്റു ഡ്രൈവർ ആവണോ, ക്ലർക്ക് ആവണോ, PSC എഴുതണം. പക്ഷെ അധ്യാപകനാണോ 50 ലക്ഷം 60 ലക്ഷം കോഴ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയും 2 വർഷം കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനും കിട്ടും. പിന്നെ ഇതുപോലെ PSC എഴുതാനാണ് വിധിയെങ്കിൽ നിങ്ങൾക്ക് ഈ തെരുവിൽ കിടക്കാം. ഭാവി അധ്യാപകരാകാൻ പഠിക്കുന്നവരെ, PSC ക്ലാസുകൾ തലപുണ്ണാക്കി പഠിക്കുന്നവരെ നിങ്ങൾ എന്ത് റാങ്കിലെത്തിയിട്ടും കാര്യമില്ല. കാരണം നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഇവിടെ ഭരണാധികാരികൾക്ക് സമയമില്ല. കാശുള്ളവന്റെ, പണമുള്ളവന്റെ, അധികാരമുള്ളവന്റെ കൂടെ നടക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മഹത്തായ ഒരു സമരമുറയുണ്ട്, സത്യാഗ്രഹം. ആ സത്യാഗ്രഹത്തിന്റെ പാതയിൽ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും അധ്യാപകരായ ഞങ്ങൾ, അത് നാളത്തെ തലമുറയിലേക്ക് രാഷ്ട്ര നിർമ്മാണം നടത്തേണ്ട പുതിയ തലമുറയെ വളർത്തിയെടുക്കേണ്ട യുവാക്കളെ വളർത്തിയെടുക്കേണ്ടത് അധ്യാപകരായ ഞങ്ങൾ ഇത് ഗാന്ധിജിയുടെ സമരമുറ സ്വീകരിച്ചുകൊണ്ട് ഈ ഭരണകൂടത്തിനെതിരെ പോരാടുകയാണ്. നീതി ഞങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ വിവാദം ഉണ്ടായതിനു ശേഷമാണ് നിങ്ങളുടെ സമരം ഒന്ന് ശ്രദ്ധയിലേക്ക് വന്നത്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പല പ്രതിഷേധത്തിന്റെ മാർഗമായിട്ട് പല ബോർഡുകൾ ഇവിടെ കാണുകയുണ്ടായി. അതായത് അവിടെ സമരത്തിന് പോയ സർക്കാർ ഇവിടെ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കിയത് ഇതൊക്കെ വലിയൊരു വിരോധാഭാസമാണ്. കാരണം നിങ്ങൾക്ക് ഈ ബോർഡ് കാണാം, ജന്തർ മന്ദിർ. ഈ ജന്തർ മന്ദിറിലേക്കാണ് മുഖ്യമന്ത്രി പോകാൻ ആഗ്രഹിച്ചു വരുന്നെങ്കിൽ ഞങ്ങളുടെ ജന്തർ മന്ദിർ ആക്കിയിട്ടുണ്ട്. ഇനി ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാനാണ് പോയെങ്കിൽ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും അധികാരികൾ വരട്ടെ, അധികാരികൾ വന്നിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാണട്ടെ. കാരണം അവർക്ക് പ്രശ്നങ്ങളൊക്കെ സെലക്റ്റീവ് പ്രശ്നങ്ങളാണ്. കാരണം അതും ഇതും ഒരേ പ്രശ്നങ്ങളായിരുന്നു. നീറ്റിന് പഠിക്കുന്ന പോലെ തന്നെ 5ഉം 6ഉം വർഷങ്ങൾ തലപുണ്ണാക്കിക്കൊണ്ട് ഓരോ PSC ഉദ്യോഗാർത്ഥിയും പഠിക്കുന്നത്. ഇത് വെറുതെ കിട്ടുന്നതല്ല. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ മത്സരാർത്ഥികൾ പരീക്ഷ എഴുതിയിൽ മിടുക്കരായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങളൊക്കെയും. ഇന്റർവ്യൂവും എക്സാമും കഴിഞ്ഞ് വന്നവരാണ് ഞങ്ങളൊക്കെയും. ഈ എന്താണ് ഞങ്ങൾക്കുള്ള അയോഗ്യത എന്ന് മാത്രം ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്കുള്ള അയോഗ്യത, ഞങ്ങളുടെ കയ്യിൽ കെട്ടിന് കാശില്ല, ഞങ്ങൾ ആരുടെയും പെട്ടി തൂക്കി നടന്നിട്ടില്ല, ആരുടെയും പ്രിയപ്പെട്ടവരായി ഞങ്ങൾ മാറിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നുണ്ട്, നീതിപൂർവമായ ജോലിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നീതിപൂർവമായ ജോലി ഞങ്ങൾക്ക് തരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.